2019 ടൂറിസ്റ്റ് വിസയിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഹൈദരാബാദ് സ്വദേശിയായ ജെയ്സ് പോൾ മലേഷ്യയിലേക്ക് പോകുന്നത്. എന്നാൽ ലഭിച്ച ജോലിയിൽ തിരിച്ചടികൾ നേരിട്ടപ്പോൾ തിരികെ വരാൻ സന്നദ്ധനായി. ആ വിവരം 2023 ജൂലൈയിൽ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ജെയ്സ് പോളിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും വീട്ടുകാർക്ക് ലഭ്യമല്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അനുവും മകളും അമ്മയും ഇന്ന് ഹൈദരാബാദിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രവാസ ലോകത്തിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി ധന്യയാണ്. ജെയ്സ് പോൾ ഇതിനു മുമ്പ് രാജ്യം വിട്ടു പോയിട്ടില്ല. ഇല്ല, ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. മലേഷ്യയിൽ ടൂറിസ്റ്റ് വിസയ്ക്കാണോ എംപ്ലോയ്മെൻറ്റ് വിസയ്ക്കാണോ പോയത്? ടൂറിസ്റ്റ് വിസയ്ക്ക്. ടൂറിസ്റ്റ് വിസയ്ക്ക് ആരാ കൊണ്ടുപോയത്? ഏജൻസി ത്രൂ. ഇത് നമുക്ക് വാട്സാപ്പ് ആൻഡ് ഫേസ്ബുക്ക് ത്രൂ ആഡ് വന്നപ്പം പുള്ളിക്കാരൻ അവർക്ക് അല്ല, അവരുടെ വല്ല ഇൻഫർമേഷൻസും നിങ്ങളിലുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഈ കൊണ്ടുപോയ ആളുകളെ കുറിച്ച് യാതൊരു വിവരവും നിങ്ങൾക്കറിയില്ല? അറിയില്ല. അയാൾക്കറിയോ? അയാൾക്കറിയാം. അയാളിപ്പോൾ ഒരു ബന്ധമില്ല? ഇല്ല, ഇപ്പോൾ ഒന്നും കോൺടാക്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ നമ്പർ ചേഞ്ച് ആക്കി അവർ കംപ്ലീറ്റ്ലി. നിങ്ങൾ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ടോ? ബന്ധപ്പെട്ടു. അപ്പോൾ എന്താ പറഞ്ഞു? അവരിനി സെർച്ചിങ്ങിലാന്ന് പറഞ്ഞു, പെൻഡിങ് വെച്ച് സ്റ്റേറ്റസ്. അവിടെ എംബസിയിൽ തിരഞ്ഞൊന്നുമില്ല? ഇല്ല. ജയിലിൽ പിടിച്ചിട്ടുണ്ടാവുമോ? ഇല്ല, ജയിലിൽ എംബസിയിൽ കോൺടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞു ഡെഡ് ബോഡിൻ്റെ ലിസ്റ്റിലില്ല ആൻഡ് ജയിലിൽ ലിസ്റ്റിലില്ല, പോലീസിൻ്റെ ഇതിനകത്ത് റെക്കോർഡിനകത്ത് ഇല്ല. എതർ ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നതായിട്ട് ഒരു റെക്കോർഡില്ല. ലാസ്റ്റ് 31 ഡിസംബർ എമർജൻസി പാസ്പോർട്ട് അവർ അപ്ലൈ ചെയ്തായിരുന്നു. സോ 2022 സോ എമർജൻസി പാസ്പോർട്ട് അപ്ലൈ ചെയ്തപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല. ഇയാളെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതും കൂടെ അറിയില്ല. അത് മാത്രം പേപ്പർ ഡോക്യുമെൻറ്റഡ് ആയിട്ട് മാത്രം നമുക്ക് അയച്ചിട്ടുണ്ട് ദാറ്റ് എമർജൻസി പാസ്പോർട്ട് അപ്ലൈ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ഒരു വിവരവും ഇല്ല. നിങ്ങൾ പിന്നെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർക്ക് വല്ല കത്തും കൊടുത്തോ? വിദേശകാര്യമന്ത്രി കത്ത് കൊടുത്തില്ല. ബട്ട് ആപ്പ് ത്രൂ ഞങ്ങൾ മലേഷ്യൻ ഹൈ കമ്മീഷണറോട് ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് ഞങ്ങൾക്ക് ആരും ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ല. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, അയാൾ അവിടെ ചെന്നതിന് രേഖ ഉണ്ടാവുമല്ലോ. അയാൾ അവിടെ ചെന്നതിന് അവരുടെ പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ രേഖ ഉണ്ടാവും, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഓക്കെ സർ. ഓക്കെ, ആ രേഖ അതിൽ അയാൾ എവിടേക്ക് പോയിന്നോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യണമെന്നോ നോക്കണ്ടോ, ആരാണ് അയാൾക്ക് സ്പോൺസർഷിപ്പിന് ഇത് കൊടുത്തത് നോക്കണം. സർ ആക്ച്വലി പുള്ളിക്കാരൻ ഒരു ടൂറിസ്റ്റ് വിസയിലാണ് പോയത്. ടൂറിസ്റ്റ് വിസ ടു വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. സോ 15 days വരെ ടൂറിസ്റ്റ് വിസയുടെ ഇതുണ്ടായിരുന്നു. ബൈ ദ ടൈം ലോക്ക്ഡൗൺ വന്നതിന് ശേഷം അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അത് അങ്ങോട്ട് തന്നെ നിങ്ങൾ നീട്ടിക്കൊണ്ട് പോയി. സോ എതർ ടൂറിസ്റ്റ് വിസ സമയം കഴിഞ്ഞു, പ്ലസ് വിസ വർക്ക് പെർമിഷൻ്റെ വിസയും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് അപ്പോഴത്തൊട്ട് ഇനി ഒരു ഇടയ്ക്ക് ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും അവിടെ ഓക്കെ സേഫ് ആയിട്ട്. കോലാലംപൂർ. ഭാര്യ എന്ത് ചെയ്യുന്ന ജോലി ഉണ്ട്? ഭാര്യയ്ക്ക് ജോലിയുണ്ട്. കിംസ് ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി. എവിടെ? ഹൈദരാബാദ്. എത്ര മക്കളുണ്ട്? ഒരു മോളുണ്ട്. ഇപ്പം 11 years മോൾക്ക്. സോ മോളും അമ്മയും രണ്ടുപേരും കൂടെ അച്ഛന് വന്നില്ല എന്ന് പറഞ്ഞൊരു വിഷമമുണ്ട്. ഇയാൾക്ക് അച്ഛനും അമ്മയുണ്ടോ? അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഹൈദരാബാദിലാണ്? ഹൈദരാബാദിൽ തന്നെ. നിങ്ങളെല്ലാവരും ഹൈദരാബാദിലാണ്? ഹൈദരാബാദിൽ തന്നെ. ജനിച്ചത് ഇവിടെ തന്നെ കൊല്ലത്താ, പക്ഷെ പഠിച്ചതെല്ലാം കംപ്ലീറ്റ്ലി ഹൈദരാബാദാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു നാട് ഹൈദരാബാദാണ്? അതെ. കുറേ കാലമായിട്ട് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ SLC എല്ലാം കംപ്ലീറ്റ് അവിടെ തന്നെ. എഡ്യൂക്കേഷൻ എല്ലാം അവിടെ തന്നെ. അവിടുത്തെ ഗവൺമെൻറ്റിൽ പരാതി കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല സർ. അതെന്താ കൊടുക്കാഞ്ഞ്? കൊടുത്തില്ല. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കണം, അതുപോലെ വിദേശകാര്യമന്ത്രിക്ക് ഒന്ന് കൊടുക്കണം. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ എംബസി വഴിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് അധികം നാളായിട്ടുള്ള കേസല്ലല്ലോ. ഇയാൾ ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു, എവിടെ ഉണ്ട്. അല്ലാണ്ട് പല മരിച്ചു പോയിട്ടൊന്നുമില്ല. അയാൾ ചിലപ്പോൾ ഇങ്ങോട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയായിരിക്കും. അതിനാണ് അയാൾക്കൊരു ധൈര്യം നമ്മൾ കൊടുക്കേണ്ടത്. അവൾ ടെലിവിഷനിലൂടെ അയാളോട് കാര്യങ്ങൾ പറയും. ആരെങ്കിലും അയാളെ കാണാതിരിക്കില്ല.
നമുക്ക് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വൈഫും കുട്ടികളും വരാഞ്ഞ് വൈഫ് ജോലിയിൽ തിരക്കില്ല. ബിക്കോസ് വീട് നടക്കുന്നത് വൈഫ് ജോലി ചെയ്തെങ്കിൽ വീട് നടക്കത്തുള്ളൂ, കുടുംബം പോകുന്നുണ്ട്. ബിക്കോസ് പൈസ അയക്കത്തില്ല, ഒന്നുമില്ല, നത്തിങ്. സോ അമ്മയുടെ കാര്യം കൂടെ മോളാണ് നോക്കുന്നത്. കംപ്ലീറ്റ്ലി ഫാമിലി ഡിപ്പെൻഡൻ്റ് അനുടെ മേളിയ. മോളെ പഠിത്തമായിട്ട് എല്ലാം അമ്മയുടെ മെഡിസിൻസ് വരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാം അനുവാണ് നോക്കുന്നത്. ഇവൻ കുട്ടിയാണ് നോക്കുന്നത്, അയാളെ ഭാര്യ. ഇത് മലേഷ്യയിലെ മലയാളികളായിട്ടുള്ള ആളുകളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. സാധാരണ ഇത്തരം ആളുകൾ മലേഷ്യയിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയോ ചെയ്താൽ മലേഷ്യയിലെ മലയാളി സമൂഹം അതിന് അതിവേഗത്തിൽ ഇടപെട്ട് നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ ഈ പ്രവാസ ലോകമായിട്ടുണ്ട്. ഞങ്ങളുടെ നിരവധി പ്രവർത്തകർ മലേഷ്യയിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മലേഷ്യയിൽ നിന്ന് വരുന്ന കേസുകളെക്കുറിച്ചിട്ട് ഞങ്ങൾ വലിയ പരിഭ്രാന്തിപ്പെടാറില്ല. ഇപ്പോൾ ജെയ്സ് പോള് കോവിഡിൻ്റെ കാലത്ത് 2019 പോകുന്നത്. 19 പോയിട്ട് ഇപ്പോൾ ഒരു 5 കൊല്ലമായിട്ടുണ്ട്. അതിലിടയ്ക്ക് 21 വരെ വിളിച്ചിരുന്നു അല്ലേ? 23 വരെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു വർഷമായിട്ടാണ് ഇല്ലാത്തത്. അപ്പോൾ അദ്ദേഹം എവിടെയാണ്, ചിലപ്പോൾ കരുതി കൂട്ടി വീട്ടിലേക്ക് വിളിക്കാത്തതാണോ അതോ മറ്റു വല്ല ഇതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ മലയാളിയെ കണ്ടെത്തേണ്ട ചുമതല മലേഷ്യയിലെ പ്രവാസ ലോക പ്രവർത്തകരുടേതാണെന്നാണ്. അവിടെ ഒരുപാട് സാമൂഹ്യ സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ കൂടി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കലാണ് പ്രാഥമികമായിട്ട് വേണ്ടത്. പിന്നെ അദ്ദേഹത്തോട് ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ നിങ്ങൾ അടിയന്തരമായിട്ട് വീട്ടിലേക്ക് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഞങ്ങളാരെങ്കിലും പ്രവാസ ലോകത്തിൻ്റെ ഇപ്പോൾ റഫീഖ് റാവുത്തരെ പോലുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വിളിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാതിരുന്നിട്ടോ ഒരു കാര്യമില്ല. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിയുന്നത് വേഗം ജെയ്സ് പോൾ എവിടെയാണ് ഉള്ളതെങ്കിൽ അത് വേഗം നമ്മളെ അറിയിക്കണം. ഇത് തന്നെയാണ് പ്രവാസികളായിട്ടുള്ള മലേഷ്യയിലെ പൗരന്മാരോട്. വളരെ യോഗ്യരായിട്ടുള്ള ആളുകളാണ് അവർ ബഹുഭൂരിപക്ഷവും. അവർ ഈ ജെയ്സ് പോളിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരാണ് ഈ ആളുകൾക്ക് വേണ്ടുന്ന, കാരണം ഈ പോയ ആൾക്ക് യാതൊരു ഇതുണ്ടാവില്ല, അയാൾ വളരെ അവശനായിരിക്കും മാനസികമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടൊക്കെ ഒരു അവശ നിലയിലുള്ള ആൾ, അയാൾക്കൊരു മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സംഘടനകൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. വളരെ വേഗം തന്നെ ജെയ്സ് പോളിനെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളിൽ നിങ്ങളെല്ലാവരും ഏർപ്പെടണം എന്നുള്ളതാണ്. ജെയ്സ് പോളിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളൊരു ഫോളോ അപ്പ് നടത്തണം. പിന്നെ വിദേശകാര്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ നാട്ടിലെ MP ആരാണെന്നുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ MP ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത്. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കഴിയുന്നതും. കാരണം മലേഷ്യയിലായതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ജെയ്സ് പോളിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വേറെ എന്തെങ്കിലും പറയണ്ടൊക്കെ പറയാം കൂടുതലായിട്ട്. ഉണ്ടോ? ഇല്ല സർ, ഒന്നും പറയാനില്ല. ജസ്റ്റ് തിരിച്ചു വന്നാൽ മതി. ബിക്കോസ് അമ്മ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. മെയിൻ അമ്മയ്ക്ക് സുഖമില്ല. അമ്മ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. റിയാക്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് മോള് ഷീസ് മിസ്സിങ് എ ലോട്ട്. ഒരു 4-5 വർഷം ഉള്ളപ്പോഴാണ് മോള് നാട് വിട്ടു പോയത്. പിന്നെ ഒരു ഇൻഫർമേഷൻ ഇല്ല. അവൻ തിരിച്ചു വന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ.